പ്രിയ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ സാധാരണ പ്രേക്ഷകർക്ക് വേണ്ടി പറയണം. പ്രിയ പ്രേക്ഷകരെ, ഇത് നമ്മുടെ ഏഷ്യൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ അവതാർ എന്നുള്ള പേര് പോലും ഇട്ടിരിക്കുന്നത്. അതിന് ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഞാൻ അതിൽ മതത്തെ ഒന്ന് കോട്ട് ചെയ്യേണ്ടി വരും. അത് ഞാൻ ഒരു മതത്തെ കുറ്റപ്പറയണല്ല, മതത്തെ ഒന്ന് കോട്ട് ചെയ്യണമെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ക്രിസ്തു മതത്തിൽ പുനർജന്മമില്ല എന്നാണ് പറയുന്നത്. ക്രിസ്ത്യാനികളുടെ ഒരു റൂട്ടിൽ പറയണത്, അതായത് പുനർജന്മമില്ല. അതുപോലെ തന്നെ മുസ്ലിം മതങ്ങളിലും പുനർജന്മം ഇല്ല. അങ്ങനെ പല മതങ്ങളും പുനർജന്മമില്ല. എന്നാൽ ലോകത്തിലെ ചില മതങ്ങളിലൊക്കെ പുനർജന്മമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പുനർജന്മത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന എന്താണ് ഏഷ്യൻ സംസ്കാരത്തിലുള്ള ഹൈന്ദവ മതങ്ങളിലാണ്. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നത് ഹൈന്ദവത്തില്, ഹിന്ദു മതങ്ങളിലല്ല. ഹിന്ദു മതം എന്ന് പറയുന്നത് അതൊരു മതം മാത്രമാണ്. അത് എന്തെങ്കിലുമൊക്കെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ച് മറ്റുമൊക്കെ ആരാധിക്കുകയും അത് വേറൊരു ലെവലിൽ പോയിക്കൊണ്ടിരിക്കണേണ്. അതല്ല ഹൈന്ദവ മതം. ഹൈന്ദവം എന്ന് പറഞ്ഞാൽ ഹിന്ദു മതമല്ല, ഹൈന്ദവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുമായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് ഏഷ്യൻ സംസ്കാരത്തിനകത്ത് നിൽക്കുന്ന പുനർജന്മം. അതായത് ഒന്നും ഒരിക്കലും നശിക്കുന്നില്ല, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് രൂപാന്തരം പ്രാപിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ എന്നുള്ളതാണ് ഈ ഹൈന്ദവ മതത്തില്. നമ്മുടെ ഭാരത സംസ്കാരം ഒന്നും പറയാൻ പറ്റില്ല, അതൊക്കെ തെറ്റാണ്. കാരണം ഭാരതവും ഇന്ത്യയൊക്കെ പിൽക്കാലത്ത് വന്നതാണ്. നമ്മുടെ ഏഷ്യൻ സംസ്കാരത്തില്, ഏഷ്യൻ വിശ്വാസങ്ങൾ, സംസ്കാരമായിട്ട് രൂപാന്തരപ്പെട്ടു വന്ന വിശ്വാസങ്ങളിൽ കൂടി ഇത് പ്രൊജക്റ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അതിൽ നിന്നാണ് പിന്നെ നമ്മുടെ ഈ ഹിന്ദു മതമൊക്കെ ഉണ്ടായി പോരുന്നത്. ഇപ്പൊ ഹൈന്ദവ മെത്തോളജിക്കൽ പ്രകാരം പുനർജന്മം എന്ന് പറയുന്നത് അവരുടെ ബേസിക് കൺസെപ്റ്റാണ്. ഇത് മറ്റു പല മതങ്ങളിലും ഇല്ല. അപ്പോ അതുകൊണ്ടാണ് ഈ അവതാർ എന്ന് പറയുന്ന സിനിമയുടെ ഈ അവതാർ എന്ന് പറയുന്ന പോർഷൻ തന്നെ, അവതാർ എന്ന് പറയുന്ന മീനിങ് തന്നെ പുനർജന്മം എന്നാണ്. ഈ പുനർജന്മം എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ പുനർജന്മം വിശ്വസിക്കുന്നവരുള്ള ഒരു ഏഷ്യൻ സംസ്കാരത്തിലാണ് അത് കൂടുതലുള്ളത്. പുനർജനിക്കും, നിങ്ങൾ ഒരിക്കലും ഡെഡായി പോകുന്നില്ല. ഒന്നുകിൽ നിങ്ങൾ ആത്മാവായിട്ട് റിവേഴ്സ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം ലയിച്ചു പോയിട്ട് അതിൽ നിന്നും റിവേഴ്സ് ചെയ്യപ്പെടും. ഈ രണ്ട് റിവേഴ്സിംഗ് ആണ് പറയണത്. ഈ രണ്ട് റിവേഴ്സിംഗിന്റെ വ്യത്യാസം ഞാൻ നിങ്ങളുടെ പ്രേക്ഷകർക്ക് പറഞ്ഞുതരാം. അതായത് ഇതെന്താണെന്നുള്ളത്, അതാണ് ഞാൻ അവതാർ എന്നുള്ള പറയുന്ന സാധനം എന്റെ പ്രേക്ഷകർ മനസ്സിലാക്കാൻ കാര്യം പറയണം. അവതാർ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു